90 രൂപ. അതെ, ഒരുത്തൻ വിളിച്ചിരിക്കുന്നു 90 രൂപ. 100 രൂപ. ഒരു കറമ്പൻ 100 രൂപ. 110 രൂപ. ഒരു കുള്ളൻ 110 രൂപ. 115. സമര ഷർട്ടുകാരൻ 115 രൂപ. 120 രൂപ. നല്ല പിടയ്ക്കുന്ന മത്തി, പിടച്ച് മരിച്ച മീൻ 120 രൂപ 2 തരം. 125. 125 രൂപ 1 തരം. ഇതാണ് പരീക്കുട്ടിയുടെ മകൻ പിരീക്കുട്ടി. ഇന്ന് കമ്മീഷൻ ഏജന്റാണ്. മാർക്കറ്റിലെ ഈ തിരക്ക് പിടിച്ച നിൽപ്പ് കണ്ടാലറിയാം ഇവിടുത്തെ എന്തൊക്കെയോ ആണെന്ന്. 125. 130. ഇതാണ് കരുണൻ, ഈ കടപ്പുറത്തിൻ്റെ മുറി വൈദ്യൻ. നാട്ടുകാർ ഇദ്ദേഹത്തെ ഓമനിച്ചു വിളിക്കുന്നത് നായങ്കരണൻ എന്നാണ്. നീ ഒലത്തും. എടാ, നീ വല്ല പച്ചക്കറി മേടിച്ചു കൂട്ട്. പച്ചമരുന്ന് കടക്കാരൻ പച്ചമീൻ മേടിക്കാൻ വന്നേക്കണ്. പല ചേട്ടത്തിമാരുടെ വല്ല ചീഞ്ഞ ചാളയാ വെട്ടാനാ വാളാനോ എല്ലാം മേടിച്ചു കഴിക്കാം. എത്ര വിളിച്ചേ? 160. 80 രൂപ 3 തരം. എനിക്ക് ഞാൻ തന്നെ ലേലം ഉറപ്പിച്ചു. ഒരുത്തരും മീൻ തരില്ല. എല്ലാവരും വീട്ടിൽ കൂടെ പോക്കോളൂ. ചാകരയാണോ? ഞാൻ ഉണ്ടാക്കിയ മീൻ ഞാൻ തന്നെ ലേലം വിളിച്ച ഞാൻ തന്നെ എടുക്കും. എല്ലാവരും പോക്കോ, എല്ലാവരും പോക്കോ, എല്ലാവരും പോക്കോ. എന്നെ വീട്ടിൽ കൊണ്ടു. എനിക്ക് ആരും വെച്ച് വരാനില്ലെങ്കിൽ ഞാൻ എങ്ങനെയും വെച്ച് കഴിച്ചോളാം. നീ പോടാ. ഇവർ തമ്മിൽ എന്നും മത്സരമാണ്. ഇവർ തമ്മിലുള്ള മത്സരം എന്തിനാണെന്ന് പിന്നാലെ നമുക്കറിയാം. ഇത് കറുത്തമ്മയുടെ മകൾ വെളുത്തമ്മ. കോളേജിലേക്കുള്ള പുറപ്പാടാണ്. എന്റെ പടച്ചോനെ, എന്റെ വാപ്പാടെ കയ്യിൽ നിന്ന് വള്ളവും വലയും മേടിച്ച പൈസ കൊണ്ട് ഒരുത്തന് MIT മേടിച്ചു കൊടുത്ത് അതിന്റെ പുറകെ ഇരുന്ന് ഷൈൻ ചെയ്ത് പോവല്ലേടി കറുത്തമ്മേ. എന്റെ വാപ്പാനെ ചതിച്ചതിന് നിന്റെ മോളെ ഞാൻ ചതിക്കൂടി കറുത്തമ്മേ. വാടി. വന്നല്ലോ വനമാല. ഹായ് വെളുത്തമ്മ. വെളുത്തമ്മ, എനിക്ക് വേണ്ടി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, പറ്റുമോ? എനിക്ക് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാനുള്ളതാ. അതെയോ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു. അതായത് ഭാവിയിൽ പഠിച്ച് ആരായിട്ടാണ് മോഹനൻ അല്ല മോഹം? എനിക്ക് പഠിച്ച് വലിയൊരു ഹോം നേഴ്സ് ആവണം. എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഡോക്ടറാൻ പറ്റിയല്ലോ. കാരണം വെളുത്തപ്പഴത്തിന് പഠിപ്പും പത്രാസും എനിക്കില്ലല്ലോ. അതൊക്കെ പോട്ടെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാനുണ്ട്. അത് കുറെ നാളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുക. വെളുത്തമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? അത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ഇഷ്ടപ്പെടണമെങ്കിൽ ഇപ്പൊ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അത് ഞാൻ പിന്നെ പറയാം. എനിക്കിപ്പോഴും നിങ്ങളുടെ പുറകെ നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് രണ്ടിലൊന്നും ഇപ്പൊ അറിയണം. എത്ര നാളായി പുറകെ നടക്കുന്നു? ഇഷ്ടമാണെന്ന് പറയടി. ശരിയാ, എത്ര നാളായി പുറകെ നടക്കുന്നു? ഒന്ന് പറയടി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ. നാളെ വൈകിട്ട് കോളേജ് വിട്ട് വരുമ്പോ ഇതിനുള്ള മറുപടി പറയാം. അത് ശരി. അപ്പൊ കോളേജ് വിട്ടു വരുന്നവരെ ഞാൻ ഇവിടെ കുത്തിയിരിക്കണം. ഞാൻ അതിന് റെഡിയാ. അതൊന്നും വേണ്ട. നാളെ വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോ വീട്ടിൽ വന്നാൽ മതി. ഞാനൊരു തീരുമാനം പറയാം. അയ്യോ, വേഗം വാടി. ഇവളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ബാപ്പ ഇവളുടെ അമ്മക്ക് വള്ളവും മലയും മേടിക്കാൻ കൊടുത്ത കാശെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഈ വെളുത്തമ്മ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? കോളേജ് വിട്ടില്ലേ? ഇനി ആ പരീക്കുട്ടി എങ്ങാനും വരുന്ന വഴി കേറി മുട്ടി റൂട്ട് തിരിച്ചു കൊണ്ടുപോയാവോ? എന്റെ പൊന്നോ, ഓരോ ദിവസം ചെല്ലുന്തോറും പടവളം വലുതാവുന്ന പോലെ പടർന്ന് പന്തലിച്ചല്ലേ വരുന്നത്. ഈ കണക്കിന് പോയ അവൾ അവിടെ അമ്മേനെയും വെട്ടും. എന്റെ നറുനണ്ടിക്കാവ് ഭഗവതി. അതെ നായക്കറിനേട്ടാ, എന്തോ എന്റെ മുഖം ദേ ഈ ചുവന്ന തുടുത്ത് ഇവളെ പോലെ സുന്ദരിയാവാൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ? അതെ, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. എന്റെ ഓമന പേരിലുള്ള പൊടി 3 നേരം മുഖത്ത് പിറക്കിയാ മതി. നായികരുടെ പൊടി. അയ്യടാ, അത് ചേട്ടന്റെ മുഖത്തങ്ങ് തേച്ചാ മതി. ഒന്ന് പൊടി കൊടുത്ത് ആ വെളുത്തച്ചെള്ള മരുന്ന് കൊടുത്തേ. മേടിച്ചോ? അത് തന്നെയാടാ. വൈദ്യര് പറഞ്ഞ പോലെ അങ്ങ് കൊടുത്താ മതി. 3 നേരം കഴിക്കാൻ വൈകുന്നേരം ചെല്ല്. അയ്യോ, പോണ കോപ്പിയാണ്ടില്ലേ. വെളുത്തമ്മേ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ അരിവിതശാലയിൽ ലേഹ്യമുണ്ടാക്കുന്ന അലോഷിയുടെ മകൾ മനീഷയെ എനിക്ക് വേണ്ടി ആലോചിച്ചതാ. എന്നിട്ട് കരുണേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളോട് ആലോചിക്കാറുണ്ട്. ആരുമായിട്ട്? ഓ, അതും അറിയില്ലേ? ഈ നിൽക്കുന്ന വെളുത്തമ്മയോട്. അല്ലാണ്ട് ആരോട്? അതും അറിയില്ല. കൊറേ നാളായില്ലേടി ഇങ്ങനെ പുറകെ നടക്കുന്നു. ഇഷ്ടമാണെന്ന് പറ.
അത് പിന്നെ അത് പിന്നെ നാളെ വൈകിട്ട് കോളേജ് വിട്ടു വരുമ്പോ ഞാൻ മറുപടി പറയാം. ഓ ഓ അല്ല വേണ്ട, ആ. നാളെ വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോ വീട്ടിൽ വന്നാൽ മതി. ആ. ഞാനൊരു തീരുമാനം പറയാം. ഓ